എല്ലാവർക്കും നമസ്കാരം. PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ അനുഷാർ തിരുനാഗപ്പള്ളി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഭൗതിക ശാസ്ത്രത്തിന്റെ രണ്ടാമത്തെ പാർട്ടാണ്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ദ്രവ്യത്തെ പറ്റി ചർച്ച ചെയ്തു അല്ലെ. ഇനി രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് മുൻവർഷ ചോദ്യങ്ങളാണ്. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ് ആദ്യ അവസാനം വരെ എല്ലാവരും കാണുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നോക്കിയേ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്: താഴെ തന്നിരിക്കുന്നവയിൽ പ്രകാശ സാന്ദ്രതയുടെ SI യൂണിറ്റ് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ പ്രകാശ സാന്ദ്രതയുടെ SI യൂണിറ്റ് ഏത്? ഓപ്ഷൻ എ ആംബിയർ, ഓപ്ഷൻ ബി മോൾ, ഓപ്ഷൻ സി കാൻഡല, ഓപ്ഷൻ ഡി കെൽവിൻ. താഴെ തന്നിരിക്കുന്നവയിൽ പ്രകാശ സാന്ദ്രതയുടെ SI യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ സി ആണ്, കാൻഡലയാണ് ശരിയായിട്ടുള്ള ഉത്തരം. താഴെ തന്നിരിക്കുന്നവയിൽ പ്രകാശ സാന്ദ്രതയുടെ SI യൂണിറ്റ്, പ്രകാശ തീവ്രതയുടെ SI യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കാൻഡലയാണ്, അല്ലെങ്കിൽ CD കാൻഡലയാണ്. എന്താണ് അളവുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്? നമുക്ക് കടക്കാം അതിലേക്ക്. അളവുകളെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നു. എങ്ങനെയൊക്കെയാണെന്ന് അറിയാമോ? ഒന്നാമത്തത് അടിസ്ഥാന അളവുകൾ അല്ലെങ്കിൽ ബേസിക് യൂണിറ്റ്. രണ്ടാമത്തത് എങ്ങനെയാണ്? ഡിറൈവ്ഡ് യൂണിറ്റ്സ് അല്ലെങ്കിൽ വ്യുൽപ്പന്ന അളവുകൾ അല്ലെങ്കിൽ ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഓക്കെ, അപ്പൊ അളവുകളെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു. ഒന്ന് അടിസ്ഥാന അളവുകൾ, രണ്ടാമത്തത് വ്യുൽപ്പന്ന അളവുകൾ അല്ലെങ്കിൽ ബേസിക് യൂണിറ്റ്സും ഡിറൈവ്ഡ് യൂണിറ്റ്സും. ഇവിടെ നമ്മൾ ബേസിക് യൂണിറ്റ്സിനെ പറ്റിയാണ് പറയുന്നത്. ബേസിക് യൂണിറ്റ്സ് അല്ലെങ്കിൽ അടിസ്ഥാന അളവുകളെ പ്രസ്താവിക്കുന്ന മൂന്ന് രീതിയിലുള്ള അളവ് സമ്പ്രദായങ്ങൾ വെച്ചാണ്. ബേസിക് യൂണിറ്റ്സ് അല്ലെങ്കിൽ അടിസ്ഥാന അളവുകളെ നമ്മൾ പ്രസ്താവിക്കുന്നത് മൂന്ന് രീതിയിലുള്ള അടിസ്ഥാന സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ അളവ് സമ്പ്രദായങ്ങൾ വെച്ചുകൊണ്ടാണ്. അതിൽ ഒന്നാമത്തതാണ് എന്ത്? CGS. രണ്ടാമത്തത് MKS, മൂന്നാമത്തത് FPS. മൂന്ന് സമ്പ്രദായം പഠിച്ചോ? കാണാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ചുകൂടെ മുകളിലോട്ട് എഴുതാം. ഒന്നാമത്തത് എന്ന് പറയുന്നത് CGS, രണ്ടാമത്തത് MKS, മൂന്നാമത്തത് FPS. ക്ലിയർ ആയല്ലോ? CGS, MKS, FPS. ഇതാണ് ഈ മൂന്ന് അളവ് സമ്പ്രദായങ്ങൾ. ഇനി ഇതിനകത്ത് ഓരോന്നിനകത്തും CGS എടുക്കുകയാണെങ്കിൽ, നമ്മൾ നീളത്തെ അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ CGSലെ യൂണിറ്റ് ഏതാണെന്നറിയാമോ? സെന്റിമീറ്റർ ആണ്. അപ്പം പിണ്ഡമാവുമ്പം അതിനകത്ത് ഏതായിരിക്കും? G ആണ്, ഗ്രാം. അടുത്ത ടൈം ആവുമ്പോൾ സെക്കൻഡ്, അല്ലെങ്കിൽ സമയമാവുമ്പോൾ ഏതാണ് വരുന്നത്? സെക്കൻഡ് ആണ് യൂണിറ്റ്. MKS എടുക്കുകയാണെങ്കിലും ഇതേപോലെ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. FPS എടുക്കുകയാണെങ്കിൽ ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ്. ക്ലിയർ ആയോ? അപ്പം നീളം, പിണ്ഡം അല്ലെങ്കിൽ മാസ്, സമയം, ഇത് മൂന്നും വെച്ചോണ്ടാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തത് CGS, രണ്ടാമത്തെ അളവ് സമ്പ്രദായം MKS, മൂന്നാമത്തത് FPS. CGS വരുമ്പോൾ സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. രണ്ടാമത്തെ MKS വരുമ്പോൾ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. മൂന്നാമത്തെ FPS വരുമ്പോൾ ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ്. ഇതിനകത്ത് രണ്ടാമത്തെ അളവ് സമ്പ്രദായം കണ്ടു, ഈ MKSന്റെ പരിഷ്കരിച്ച രൂപമാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന SI യൂണിറ്റ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്താണ്? MKSന്റെ പരിഷ്കരിച്ച രൂപമാണ്. ഇനി ഇതിനകത്തുനിന്നൊരു ചോദ്യം വരുന്നത്, SI യൂണിറ്റ് ഉപയോഗിച്ച് തുടങ്ങിയ വർഷം എന്നു മുതലാണ് ഉപയോഗിച്ച് തുടങ്ങിയത്? 1960 മുതലാണ്. 1960 മുതലാണ് SI യൂണിറ്റ് ഉപയോഗിച്ച് തുടങ്ങിയത്. ആഗോളതലത്തിൽ ഉപയോഗിക്കുന്ന അളവ് സമ്പ്രദായം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് SI യൂണിറ്റ്. അപ്പൊ MKSന്റെ പരിഷ്കരിച്ച രൂപമാണ് എന്ത്? SI യൂണിറ്റ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്. ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് ഉപയോഗിച്ചു തുടങ്ങിയ വർഷം അല്ലെങ്കിൽ പ്രയോഗിച്ചു തുടങ്ങിയ വർഷം 1960 മുതലാണ്. ആഗോളതലത്തിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ ഉപയോഗിക്കുന്ന ഒരു അളവുകോലാണ് എന്തെന്ന് പറയുന്നത്? SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ SI യൂണിറ്റിന്റെ സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകൾ
7 ഇതിന്റെ കൂടെ ഓർത്തിരിക്കാം. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അളവുകളെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു. ഒന്ന് അടിസ്ഥാന അളവുകൾ, രണ്ടാമത്തെ വ്യുൽപ്പന്ന അളവുകൾ. അടിസ്ഥാന അളവുകൾ അല്ലെങ്കിൽ ബേസിക് യൂണിറ്റ്സ്, വ്യുൽപ്പന്ന അളവുകൾ അല്ലെങ്കിൽ ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ഇതിനകത്ത് നമ്മൾ ബേസിക് യൂണിറ്റ്സ് എടുത്ത് അല്ലെങ്കിൽ അടിസ്ഥാന അളവുകളെ ഉപയോഗിച്ച് അടിസ്ഥാന അളവുകളെ പ്രയോഗിക്കുന്നതിനുള്ള അല്ലെങ്കിൽ പ്രസ്താവിക്കുന്നതിനുള്ള 3 അളവുകോൽ സമ്പ്രദായം, അളവ് സമ്പ്രദായങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് CGS, രണ്ടാമത്തത് MKS, മൂന്നാമത്തെ FPS. ഇതിനകത്ത് എങ്ങനെയാണ് വരുന്നത്? ഒന്ന് നീളം, രണ്ടാമത്തത് പിണ്ഡം, മൂന്നാമത്തത് എന്ന് പറയുന്നതാണ് സമയം. അത് 3 സെക്കൻഡ് തന്നെയാണ് വരുന്നത്. ഇനി ഈ MKS പരിഷ്കരിച്ച രൂപമാണ് എന്തെന്ന് പറയുന്നത്? SI യൂണിറ്റ്, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് പ്രയോഗിച്ചു തുടങ്ങിയ വർഷം എന്ന് മുതലാണ്? 1960 മുതലാണ്. ആഗോളതലത്തിൽ ഉപയോഗിച്ചു വരുന്ന അളവ് സമ്പ്രദായം ഏതാണ്? SI യൂണിറ്റ് ആണ്. SI യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകൾ എത്രണ്ണമാണ്? 7 എണ്ണമാണ്. ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. അങ്ങനെയെങ്കിൽ പ്രകാശ തീവ്രതയുടെ അല്ലെങ്കിൽ പ്രകാശ സാന്ദ്രതയുടെ SI യൂണിറ്റ് ഏതാണ്? ക്യാൻഡലയാണ്. ഇനി നമുക്ക് കുറച്ച് അളവുകളും അതിന്റെ SI യൂണിറ്റുകളും നോക്കാം. ഒന്നാമത് പ്രകാശ തീവ്രത നമ്മൾ പഠിച്ചു. ഏതാണ്? ക്യാൻഡലയാണ് അല്ലെ? പ്രകാശ തീവ്രതയുടെ ഏതാണ്? ക്യാൻഡല. രണ്ടാമത്തത് പദാർത്ഥത്തിന്റെ അളവ്. പദാർത്ഥത്തിന്റെ അളവ് ഏതാണ്? മോള്. പദാർത്ഥത്തിന്റെ അളവ് ഏതാണ്? മോളാണ്. താപനില. താപനില ഏതാണ്? കെൽവിൻ. താപനില ഏതാണ്? കെൽവിൻ ആണ്. വൈദ്യുത പ്രവാഹം. വൈദ്യുത പ്രവാഹത്തിന്റെ ഏതാണ്? ആംബിയർ. വൈദ്യുത പ്രവാഹം ആംബിയർ. അടുത്ത സമയം. സമയം നമുക്കറിയാം ഏതാ? സെക്കൻഡ്. മാസ് അല്ലെങ്കിൽ പിണ്ഡം ഏതാണ്? കിലോഗ്രാം. അടുത്ത നീളം. നീളം ഏതാണ്? മീറ്റർ. പഠിച്ചല്ലോ. ഇതിനകത്ത് MKS പരിഷ്കരിച്ച രൂപമാണ് SI യൂണിറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്കറിയാം നീളം, പിണ്ഡം, സമയം. ഇതിന്റെ 3ന്റെ നിങ്ങൾക്കറിയാം. മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. ഇത് 3 അങ്ങ് മാറ്റി വെച്ചോ. അടുത്ത ചോദിക്കാണ് പ്രകാശ തീവ്രത. പറഞ്ഞേ, പ്രകാശ തീവ്രതയുടെ SI യൂണിറ്റ് എന്താ? ക്യാൻഡലെ. പ്രകാശ തീവ്രത ക്യാൻഡലെ. പദാർത്ഥത്തിന്റെ അളവ് അപ്പൊ എന്താ? പദാർത്ഥത്തിന്റെ അളവ് മോള്. മോള്. പദാർത്ഥത്തിന്റെ അളവ് മോള്. താപനില. താപനിലയുടെ SI യൂണിറ്റ് എന്താ? കെൽവിൻ. അപ്പോൾ വൈദ്യുത പ്രവാഹത്തിന്റെ എന്താണ്? ആംബിയർ. വൈദ്യുത പ്രവാഹം ആംബിയർ. അപ്പോൾ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നീളം. നീളം ഏതാ? മീറ്റർ ആണ്. നീളം ഏതാ? മീറ്റർ ആണ്. പ്രകാശ തീവ്രത ഏതാണ്? പ്രകാശ തീവ്രത ക്യാൻഡലയാണ്. പ്രകാശ തീവ്രത ഏതാണ്? ക്യാൻഡലയാണ്. അടുത്ത ചോദ്യം വൈദ്യുത പ്രവാഹം. വൈദ്യുത പ്രവാഹത്തിന്റെ SI യൂണിറ്റ് ഏതാണ്? ആംബിയർ ആണ്. പദാർത്ഥത്തിന്റെ അളവോ അപ്പോ മോളാണ്. പദാർത്ഥത്തിന്റെ അളവ് മോളാണ്. താപനിലയുടെ അപ്പോ എന്താ? താപനില കെൽവിൻ. പഠിച്ചല്ലോ. ഇത്ര അളവുകളും അളവ് SI യൂണിറ്റും പഠിച്ചല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് വരാം. അടുത്തൊരു ചോദ്യം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, അളവുകളെ അടിസ്ഥാന അളവുകളെന്നും വ്യുൽപ്പന്ന അളവുകളെന്നും രണ്ടായി തിരിക്കുന്നു. ഓപ്ഷൻ ബി, പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ ആണ്. ഓപ്ഷൻ സി, ഊർജത്തിന്റെ യൂണിറ്റ് ജൂൾ ആണ്. ഓപ്ഷൻ ഡി, ഊഷ്മാവ് അളക്കുന്ന യൂണിറ്റ് 10 ആണ്. ഈ ഒരു ഓപ്ഷൻസ് കണ്ടപ്പോഴേ നിങ്ങളുടെ മനസ്സിൽ ഉത്തരം കിട്ടിയല്ലേ? എന്നാൽ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന നോക്കി. അളവുകളെ അടിസ്ഥാന അളവുകളെന്നും വ്യുൽപ്പന്ന അളവുകളെന്നും രണ്ടായി തിരിക്കുന്നു. നമ്മളിപ്പം പറഞ്ഞതേ ഉള്ളൂ അല്ലെ? ബേസിക് യൂണിറ്റ്സ് എന്നും ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്നും രണ്ടായി തിരിക്കുന്നു. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. അടുത്ത പ്രസ്താവന, പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ ആണ്. മൂന്നാമത്തത് ഊർജത്തിന്റെ യൂണിറ്റ് ജൂൾ ആണ്. ഒരു കൺഫ്യൂഷനും വേണ്ട, രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പ്രവൃത്തിയുടെയും ഊർജത്തിന്റെയും യൂണിറ്റ് അപ്പൊ എന്തുവാ? ജൂള. അപ്പം വൈദ്യുത പ്രവാഹത്തിന്റെ യൂണിറ്റ് എന്തായിരുന്നു? ആംബിയർ. നീളത്തിന്റെ യൂണിറ്റ് എന്തായിരുന്നു? മീറ്റർ. പിണ്ഡത്തിന്റെ യൂണിറ്റ് എന്തായിരുന്നു? കിലോഗ്രാം. സമയത്തിന്റെ യൂണിറ്റ് എന്തായിരുന്നു? സെക്കൻഡ് ആണ്. അങ്ങനെയെങ്കിൽ പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് എന്താ നമ്മൾ പഠിച്ചേ? ക്യാൻഡലയാണ്. പദാർത്ഥത്തിന്റെ അളവോ? പദാർത്ഥത്തിന്റെ അളവ് എന്തായിരുന്നു? മോൾ ആണ്. താപനിലയോ? താപനില കെൽവിൻ ആണ്. അപ്പോൾ ഊർജത്തിന്റെ എന്താണ്? ഊർജത്തിന്റെ എന്താണ്? ജൂൾ ആണ്. നമ്മളിപ്പം പറഞ്ഞതേ ഉള്ളൂ. ഊർജത്തിന്റെയും പ്രവൃത്തിയുടെയും യൂണിറ്റ് എന്താണ്? ജൂൾ ആണെന്ന് പറഞ്ഞു. ഇനി അടുത്ത പ്രസ്താവന നോക്കിയേ. ഊഷ്മാവ് അളക്കുന്ന യൂണിറ്റ് 10 ആണ്. ആണോ? അല്ല. ഇപ്പം പറഞ്ഞതേ ഉള്ളൂ. എന്താണ് ഊഷ്മാവ് അളക്കുന്നത് അല്ലെങ്കിൽ താപനില അളക്കുന്നതിന്റെ SI യൂണിറ്റ് എന്താണ്? കെൽവിൻ ആണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഊഷ്മാവ് അളക്കുന്ന യൂണിറ്റ് ഏതാണ്? കെൽവിൻ ആണ്. ഊഷ്മാവ് അളക്കുന്ന യൂണിറ്റ് കെൽവിൻ. ഇനി തന്നിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. SI യൂണിറ്റ് ഉപയോഗിച്ചു തുടങ്ങിയ വർഷം 1960 മുതലാണ്. SI യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകൾ എത്ര എണ്ണമാണ്? 7 എണ്ണമാണ്. ഇത് രണ്ടും നമ്മൾ മുമ്പ് പറഞ്ഞാ ഓർത്തിരിക്കുക.
ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏത്? ഓപ്ഷൻ എ മില്ലിമീറ്റർ, ഓപ്ഷൻ ബി ഫെർമി, ഓപ്ഷൻ സി ആങ്സ്ട്രോങ്, ഓപ്ഷൻ ഡി മീറ്റർ. താഴെ പറയുന്നവയിൽ ഏറ്റവും ചെറിയ യൂണിറ്റ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ മീറ്റർ, ഫെർമി, ആങ്സ്ട്രോങ്, മില്ലിമീറ്റർ എല്ലാം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? നമ്മളിപ്പം പറഞ്ഞു മീറ്റർ എന്തായിരുന്നു? നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണെന്ന് പറഞ്ഞു അല്ലെ. നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് ഇവയെല്ലാം. നീളത്തിന്റെ യൂണിറ്റുകളാണ് ഇവയെല്ലാം. നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? മീറ്റർ ആണ്. നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? മീറ്റർ ആണ്. അപ്പം ഇതിനകത്ത് നീളത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ ബി ഫെർമി ആണ് ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത്. ഫെംറ്റോമീറ്റർ എന്ന് അറിയപ്പെടുന്നത്. ഫെംറ്റോമീറ്റർ അല്ലെങ്കിൽ ഫെർമി ആണ് നീളത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി മറക്കല്ലേ, നീളത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണ്? ഫെംറ്റോമീറ്റർ അല്ലെങ്കിൽ ഫെർമി ആണ്. ഫെംറ്റോമീറ്റർ അല്ലെങ്കിൽ ഫെർമി ആണ്. ഇനി നമുക്ക് ഇതിനകത്ത് അറിയേണ്ട ഒരു കാര്യം, ഏതൊക്കെയാണ് നീളത്തിന്റെ മറ്റ് യൂണിറ്റുകൾ? ഒന്ന് നമ്മൾ പറഞ്ഞു മീറ്റർ ഉണ്ട് അല്ലെ. മീറ്റർ ഉണ്ട്, സെന്റിമീറ്റർ ഉണ്ട്, മില്ലിമീറ്റർ ഉണ്ട്. മീറ്റർ, സെന്റിമീറ്റർ, മില്ലിമീറ്റർ. അടുത്തതാണ് നാനോമീറ്റർ. ഇത് ഇത്രയും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. മീറ്റർ, സെന്റിമീറ്റർ, മില്ലിമീറ്റർ, നാനോമീറ്റർ. പിന്നെ ഏതൊക്കെയാണെന്ന് അറിയാമോ? മൈക്രോമീറ്റർ അല്ലെങ്കിൽ മൈക്രോണ്. മൈക്രോമീറ്റർ അല്ലെങ്കിൽ മൈക്രോണ്. മൈക്രോമീറ്റർ അല്ലെങ്കിൽ മൈക്രോൺ. അതേപോലെ തന്നെ ആംസ്ട്രോങ്, പൈക്കോമീറ്റർ, ഫെർമി എന്നിവയെല്ലാം എന്തിന്റെയാണ്? നീളത്തിന്റെ യൂണിറ്റുകളാണ്. നീളത്തിന്റെ യൂണിറ്റുകൾ ഏതൊക്കെയാണ്? മീറ്റർ, സെന്റിമീറ്റർ, നാനോമീറ്റർ, മൈക്രോമീറ്റർ അല്ലെങ്കിൽ മൈക്രോണ്, അതേപോലെ പൈക്കോമീറ്റർ, ആങ്സ്ട്രോങ്, ഫെർമി. ഇവയെല്ലാം എന്തോത്തിന്റെ യൂണിറ്റുകളാണ്? എന്തിന്റെയാണ്? നീളത്തിന്റെ യൂണിറ്റുകളാണ്. നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് മറക്കരുത്. നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാ നമ്മൾ പറഞ്ഞത്? അത് മീറ്റർ ആണ്. നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? അത് മീറ്റർ ആണ്. ക്ലിയർ ആയല്ലോ ഇത്രയും? ഇനി ഫെർമി എന്താണെന്ന് ചോദിച്ചാൽ എന്താ? ആണവ വലുപ്പം അളക്കാൻ ഉപയോഗിക്കുന്ന ദൂരത്തിന്റെ ഒരു ചെറിയ പ്രായോഗിക യൂണിറ്റ് ആണ് ഫെർമി എന്ന് പറയുന്നത്. ആണവ വലുപ്പം അളക്കാൻ ഉപയോഗിക്കുന്ന ദൂരത്തിന്റെ ഒരു ചെറിയ പ്രായോഗിക യൂണിറ്റ് ഏതാണ്? ഫെർമി ആണ്. ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ആണവ വലുപ്പം അളക്കാൻ ഉപയോഗിക്കുന്ന ദൂരത്തിന്റെ ഒരു ചെറിയ പ്രായോഗിക യൂണിറ്റ് ഏതാണത്? ഫെർമി ആണ്. ഫെർമി. ഓക്കെ ആണേ. ഇനി ഫെർമി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഫെംറ്റോമീറ്റർ എന്നാണ്. ഫെർമി അറിയപ്പെടുന്നത് ഫെംറ്റോമീറ്റർ. അപ്പൊ നമ്മൾ പറഞ്ഞ ആംസ്ട്രോങ് എന്തായിരുന്നു? ആംസ്ട്രോങ് നീളത്തിന്റെ ഒരു യൂണിറ്റ് ആണ്. അങ്ങനെയെങ്കിൽ ഒരു ആംസ്ട്രോങ് എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ്? ഒരു ആംസ്ട്രോങ് എന്ന് പറയുന്നത് 10⁻⁻10 മീറ്റർ ആണ്. ഒരു ആംസ്ട്രോങ് എന്ന് പറയുന്നത് 10⁻⁻10 മീറ്റർ ആണ്. ഓർത്തിരുന്നോണം, ഒരു ആംസ്ട്രോങ് എന്ന് പറയുന്നത് 10⁻⁻10 മീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ ഒരു പൈക്കോമീറ്റർ എത്രയാണ്? ഒരു പൈക്കോമീറ്റർ 10⁻12 മീറ്റർ ആണ്. 10⁻12 മീറ്റർ ആണ് ഒരു pikometer എന്ന് പറയുന്നത്. ഒരു pikometer എന്ന് പറയുന്നത് 10⁻12 മീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ ഒരു ഫെർമി എന്ന് പറയുന്നത് എത്രയാണ്? 10⁻15 മീറ്റർ ആണ്. 10⁻15 മീറ്റർ ആണ് ഒരു ഫെർമി എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ഒരു ആംസ്ട്രോങ് എന്ന് പറയുന്നത് 10⁻10 മീറ്റർ, ഒരു പൈക്കോമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 10⁻12 മീറ്റർ, ഒരു ഫെർമി എന്ന് പറയുന്നത് 10⁻15 മീറ്റർ. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? അപ്പൊ ഫെർമി എന്താ? ആണവ വലുപ്പം അളക്കാൻ ഉപയോഗിക്കുന്ന ദൂരത്തിന്റെ ഒരു ചെറിയ പ്രായോഗിക യൂണിറ്റ് ആണ്. നീളത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണ്? അത് ഫെർമി ആണെന്ന് പറഞ്ഞു. പിന്നെ ഒരു കിലോമീറ്റർ ഉണ്ട്. ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 10⁻3 മീറ്റർ ആണല്ലേ? ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് 10⁻3 മീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ ഒരു സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 10⁻12 മീറ്റർ ആണ്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയിൽ നീളത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റ് ഏത്? ഓപ്ഷൻ എ പാർസെക്, ഓപ്ഷൻ ബി അസ്ട്രോണമിക്കൽ യൂണിറ്റ്, ഓപ്ഷൻ സി പ്രകാശവർഷം, ഓപ്ഷൻ ഡി ഫെർമി. ഏതാണ് ഏറ്റവും വലിയ യൂണിറ്റ്?
ഓപ്ഷൻ എ പാർസെക് ആണ് കേട്ടോ. പാർസെക് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? ദൂരം അളക്കാൻ വേണ്ടിയാണ് നമ്മൾ പാർസെക് ഉപയോഗിക്കുന്നത്. പാർസെക് അല്ലെങ്കിൽ പാരാലാറ്റിക് സെക്കൻഡ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ദൂരത്തിന്റെ അളവെടുക്കാനാണ്. അപ്പൊ ഏറ്റവും വലിയ യൂണിറ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും വലിയ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് പാർസെക് ആണ്. നമ്മൾ മുമ്പ് പറഞ്ഞു നീളത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതായിരുന്നു? ഫെർമി ആണ്. ഇവിടെ ഏറ്റവും വലിയ യൂണിറ്റ് ആണ് പറഞ്ഞത് ഏതാണ്? പാർസെക് ആണ്. എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ദൂരം അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് പാർസെക് എന്ന് പറയുന്നത്. പാർസെക് അല്ലെങ്കിൽ PC, പാരാലാറ്റിക് സെക്കൻഡ്. ഓക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് ദൂരം പഠിക്കണം അല്ലേ? നമ്മൾ നീളം പഠിച്ചു. നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞു? മീറ്റർ ആണെന്ന് പറഞ്ഞു. അതിനെ അളക്കാനുള്ളത് നാനോമീറ്റർ, മില്ലിമീറ്റർ, മീറ്റർ, പൈക്കോമീറ്റർ, അതേപോലെ തന്നെ ഫെർമി, ഇതെല്ലാം അതിനകത്ത് വരുന്നതാണെന്ന് പറഞ്ഞു അല്ലേ? മൈക്രോൺ അല്ലെങ്കിൽ മൈക്രോമീറ്റർ എല്ലാം നമ്മൾ പറഞ്ഞതാണ്. പിന്നെ അതിനകത്ത് ഒരു ആംസ്ട്രോങ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു ഫെർമി എത്രയാണ്? 10⁻⁻15 ആണെന്ന് പറഞ്ഞു. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി ദൂരം അളക്കുന്നതിനെ ബന്ധപ്പെടുത്തി നമ്മൾ പറയുമ്പോൾ ദൂരത്തിനെ ബന്ധപ്പെടുത്തി പറയുന്നതാണ് എന്ത്? പാർസെക്. പാർസെക് മാത്രമാണോ? അല്ല. പ്രകാശവർഷം, അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നിവയെല്ലാം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദൂരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ പറയാണ് കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള ദൂരം എങ്ങനെയാ പറയുന്നത്? കിലോമീറ്ററിലാണ് അല്ലെ? അപ്പൊ രണ്ട് പ്രദേശങ്ങൾക്കിടയിലുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? കിലോമീറ്റർ ആണ്. രണ്ട് പ്രദേശങ്ങൾക്കിടയിലുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? കിലോമീറ്റർ ആണ്. ഇനി ഇതിനകത്ത് വരുന്ന മറ്റൊരു കാര്യമാണ് നക്ഷത്രങ്ങൾ അല്ലെ? ഭൂമിയും നക്ഷത്രങ്ങളും, ഭൂമിയിൽ നിന്ന് മറ്റു ഗ്രഹങ്ങളിലേക്കോ നക്ഷത്രങ്ങളിലേക്കോ ഉള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന അളവുകോൽ അല്ലെങ്കിൽ യൂണിറ്റ് ഏതാണ്? നമുക്കത് അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഉപയോഗിക്കാം. ഒന്നെങ്കിൽ അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പ്രകാശവർഷം ഉപയോഗിക്കാം. അതേപോലെ തന്നെ പാർസെക് ഉപയോഗിക്കാം അല്ലെ? നമ്മളിപ്പോൾ പറഞ്ഞ ഏറ്റവും വലിയ യൂണിറ്റ് ആയിട്ടുള്ള പാർസെക് ഉപയോഗിക്കാം, പാരാലാറ്റിക് സെക്കൻഡ്. ഇത് മൂന്നും നക്ഷത്രങ്ങളിലേക്കും മറ്റ് ഗ്രഹങ്ങളിലേക്കുമുള്ള ദൂരം അളക്കുന്ന യൂണിറ്റ് ആണ്. ഇനി ഇതിനകത്ത് വരുന്നത് ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളിലേക്കും മറ്റ് ഗ്രഹങ്ങളിലേക്കുമുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന മാർഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ലംബ രീതിയാണ്. പ്രധാന മാർഗമാണേ പറഞ്ഞത്. പ്രധാന മാർഗം ഏതാണ്? ലംബ രീതിയാണ്. പാരാലാക്സ് മെത്തേഡ് അല്ലെങ്കിൽ ലംബ രീതി. അതിനെ ഉപയോഗിക്കുന്ന അളവുകോൽ ഏതൊക്കെയാണ്? അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഉപയോഗിക്കും, പ്രകാശവർഷം ഉപയോഗിക്കും, പാർസെക് ഉപയോഗിക്കും. എന്താ? ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ. അങ്ങനെയെങ്കിൽ രണ്ട് പ്രദേശങ്ങൾക്കിടയിലുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? അതാണ് ഈ കിലോമീറ്റർ. അപ്പം ദൂരത്തിന്റെ അളവുകൾ നമ്മൾ പറഞ്ഞല്ലോ. കിലോമീറ്റർ വരും. ദൂരമാകുമ്പോൾ കിലോമീറ്റർ വരും, അസ്ട്രോണമിക്കൽ യൂണിറ്റ് വരും, പ്രകാശവർഷം വരും, പാർസെക് ഒക്കെ വരും. ഇനി ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് 1.496 into 10⁻11 മീറ്റർ ആണ്. 1.496 into 10⁻11 മീറ്റർ ആണ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ഒരു ശരാശരി ദൂരം അല്ലെങ്കിൽ ആവറേജ് ഡിസ്റ്റൻസ് ആണ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ്. അങ്ങനെയെങ്കിൽ എന്താണ് പ്രകാശവർഷം? അസ്ട്രോണമിക്കൽ യൂണിറ്റ് നമ്മൾ പറഞ്ഞു. പ്രകാശവർഷം എന്താണ്? ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് എന്ത്? പ്രകാശവർഷം എന്ന് പറയുന്നത്. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. അങ്ങനെയെങ്കിൽ പ്രകാശത്തിന്റെ തീവ്രത, ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിന്റെ തീവ്രത എത്രയാണ്? അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. മിക്കവാറുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിട്ടുള്ളതാണ്. പ്രകാശവർഷത്തിന്റെ ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിന്റെ തീവ്രത എത്രയാണ്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? അപ്പൊ നമ്മൾ ദൂരത്തെ പറ്റിയാ പറഞ്ഞത്. ദൂരത്തിന്റെ
ദൂരത്തെ അളക്കാൻ ഉപയോഗിക്കുന്ന അളവുകോലുകൾ ഏതൊക്കെയാണ്? കിലോമീറ്റർ ഉണ്ട്, അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഉണ്ട്, പ്രകാശവർഷമുണ്ട്, പാർസെക് ഉണ്ട്. ഇതിനകത്ത് കിലോമീറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്? 2 പ്രദേശങ്ങൾക്കിടയിലുള്ള ദൂരം അളക്കാന്. അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്തിനാ ഉപയോഗിക്കുന്നത്? ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം, ശരാശരി ദൂരമാണ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. പ്രകാശവർഷം, ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് എന്ത്? പ്രകാശവർഷം എന്ന് പറയുന്നത്. ഇനി ഒരു പാർസെക് എന്ന് പറയുന്നത്, ഒരു പാർസെക് അല്ലെങ്കിൽ പാരാലാറ്റിക് സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പാർസെക്കൻഡ് എന്ന് പറയുന്നത് 3.26 പ്രകാശവർഷമാണ്. 3.26 പ്രകാശവർഷമാണ് ഒരു പാർസെക് എന്ന് പറയുന്നത്. ഒരു പാരാലാറ്റിക് സെക്കൻഡ് എന്ന് പറയുന്നത് 3.26 പ്രകാശവർഷമാണ്. അപ്പം ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത് ഏകദേശം എത്ര വരും? ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത് 9.46 into 10⁻12 കിലോമീറ്റർ വരും. 9.46 into 10⁻12 കിലോമീറ്റർ വരും ഒരു പ്രകാശവർഷം. ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത് കേട്ടോ. ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത് 9.46 into 10⁻12 കിലോമീറ്റർ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ക്ലിയർ ആയല്ലോ. അപ്പം ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് എന്ത്? പ്രകാശവർഷം എന്ന് പറയുന്നത്. പ്രകാശവർഷം. അങ്ങനെയെങ്കിൽ നമുക്ക് ഒന്നുകൂടെ പറയാം. നീളം, നമ്മൾ മുമ്പ് പറഞ്ഞത് നീളമാണ്. നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. താഴെ പറയുന്നവയിൽ നീളത്തിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണ്? ഫെർമി ആണ്. നീളത്തെ അളക്കാൻ ഉപയോഗിക്കുന്ന മറ്റു യൂണിറ്റുകൾ ഏതൊക്കെയാണ്? ഫെംറ്റോമീറ്റർ ഉണ്ട്, അല്ലെങ്കിൽ ഫെർമി ഉണ്ട്, മീറ്റർ ഉണ്ട്, സെന്റിമീറ്റർ ഉണ്ട്, നാനോമീറ്റർ ഉണ്ട്, മൈക്രോമീറ്റർ അല്ലെങ്കിൽ മൈക്രോൺ ഉണ്ട്, പിന്നീട് പറയുന്നതാണ് പൈക്കോമീറ്റർ, അതേപോലെ തന്നെ ആംസ്ട്രോങ്. ഇവയെല്ലാം എന്തിനെ സൂചിപ്പിക്കുന്നു? നീളം അളക്കാനുള്ള യൂണിറ്റിനെ സൂചിപ്പിക്കുന്നു. ഇനി അടുത്ത നമ്മൾ പറഞ്ഞു ഫെർമി എന്താണ്? ആണവ വലുപ്പം അളക്കാൻ ഉപയോഗിക്കുന്ന ദൂരത്തിന്റെ ഒരു ചെറിയ പ്രായോഗിക യൂണിറ്റ് ആണ് ഫെർമി എന്ന് പറയുന്നത്. ദൂരത്തിന്റെ ഒരു പ്രായോഗിക യൂണിറ്റ് ആണ് ഫെർമി എന്ന് പറയുന്നത്. ഒരു ആംസ്ട്രോങ് എന്ന് പറയുന്നത് 10⁻⁻10 മീറ്റർ, ഒരു പൈക്കോമീറ്റർ എന്ന് പറയുന്നത് 10⁻12 മീറ്റർ, ഒരു ഫെർമി എന്ന് പറയുന്നത് 10⁻15 മീറ്റർ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഇനി നമ്മൾ അടുത്തതിലേക്ക് വരാം. അപ്പം നീളത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റ് ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ നീളത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റ് ഏതാണ്? പാർസെക്കൻഡ് ആണ്, അല്ലെങ്കിൽ പാരാലാറ്റിക് സെക്കൻഡ് ആണ്. പാർസെക് ആണ് നീളത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റ്. ഈ പാർസെക് എന്തിനെ സൂചിപ്പിക്കാനാണ്? ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ്. അപ്പോൾ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന മറ്റു യൂണിറ്റുകൾ ഏതൊക്കെയാണ്? അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഉപയോഗിക്കും, പ്രകാശവർഷം ഉപയോഗിക്കും, കിലോമീറ്റർ ഉപയോഗിക്കും, പാർസെക് ഉപയോഗിക്കും. എന്താണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്? അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ആവറേജ് ദൂരം അല്ലെങ്കിൽ ശരാശരി ദൂരം ആണ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് 1.496 into 10⁻11 മീറ്റർ ആണ്. ഇനി ഈ ഒരു നമ്മൾ ഭൂമിയിൽ നിന്നും മറ്റ് ഗ്രഹങ്ങളിലേക്കോ നക്ഷത്രങ്ങളിലേക്കോ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന മാർഗം അല്ലെങ്കിൽ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന മാർഗം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ലംബ രീതി അല്ലെങ്കിൽ പാരലക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താണ് പ്രകാശവർഷം? ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. അങ്ങനെയെങ്കിൽ ഒരു പാർസെക് എന്ന് പറയുന്നത് എത്ര പ്രകാശവർഷമാണ്? 3.26 പ്രകാശവർഷമാണ്. ഇനി ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത് 9.46 into 10⁻12 കിലോമീറ്റർ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നീളത്തിന്റെയും ദൂരത്തിന്റെയും കാര്യത്തിൽ പറഞ്ഞത്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് വരാം. താഴെ തന്നിരിക്കുന്നവയിൽ നീളത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ പാർസെക്, ഓപ്ഷൻ ബി പ്രകാശവർഷം, ഓപ്ഷൻ സി ചന്ദ്രശേഖർ പരിധി, ഓപ്ഷൻ ഡി അസ്ട്രോണമിക്കൽ യൂണിറ്റ്. നിങ്ങൾക്കറിയാം നീളത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാ? പാർസെക് നീളത്തിന്റെ യൂണിറ്റാ, പ്രകാശവർഷം നീളത്തിന്റെ യൂണിറ്റ് ആണ്, അസ്ട്രോണമിക്കൽ യൂണിറ്റ് പ്രകാശത്തിന്റെ യൂണിറ്റ് ആണ്. അങ്ങനെയെങ്കിൽ ഇതിനകത്ത് നീളത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? ചന്ദ്രശേഖർ പരിധി അല്ലെങ്കിൽ ചന്ദ്രശേഖർ സീമയാണ്. എന്താണ് ചന്ദ്രശേഖർ പരിധി എന്ന് പറയുന്നത്? ചന്ദ്രശേഖർ പരിധി ഒരു നക്ഷത്രം വെള്ളക്കുള്ളനായി മാറാനുള്ള അല്ലെങ്കിൽ വൈറ്റ് ഡാർക്ക് സ്റ്റാർസ് ആയിട്ട് മാറാനുള്ള മാക്സിമം മാസ് അല്ലെങ്കിൽ ദ്രവ്യമാന പരിധിയാണ് ചന്ദ്രശേഖർ സീമ അല്ലെങ്കിൽ ചന്ദ്രശേഖർ പരിധി എന്ന് പറയുന്നത്. ഒരു നക്ഷത്രം വെള്ളക്കുള്ളനായി മാറാനുള്ള മാക്സിമം ലിമിറ്റ് അല്ലെങ്കിൽ ഉയർന്ന ദ്രവ്യമാന പരിധിയാണ് ചന്ദ്രശേഖർ പരിധി എന്ന് പറയുന്നത്.
ചന്ദ്രശേഖർ പരിധി. ഈ ചന്ദ്രശേഖർ പരിധി കണ്ടുപിടിച്ചത് ആരാണെന്ന് അറിയാമോ? സുബ്രഹ്മണ്യ ചന്ദ്രശേഖർ, ഇന്ത്യക്കാരനായ സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ ആണ്. അദ്ദേഹം പറഞ്ഞത് അല്ലെങ്കിൽ പ്രസ്താവിച്ചത് എന്താണെന്ന് വെച്ചാൽ സൂര്യന്റെ മാസിന്റെ 1.44 മടങ്ങ് വരെ, സൂര്യന്റെ മാസിന്റെ 1.44 മടങ്ങ് വരെ മാസുള്ള നക്ഷത്രങ്ങൾ എന്തായിട്ട് മാറും? സ്വയം കത്തിയെരിയും. ഈ സ്വയം എരിഞ്ഞ് അത് വൈറ്റ് ഡാർക്സ് ആയിട്ട് അല്ലെങ്കിൽ വെള്ളക്കുള്ളനായിട്ട് മാറും. ക്ലിയർ ആയോ? സൂര്യന്റെ മാസിന്റെ 1.44 മടങ്ങ് വരെ മാസുള്ള, അതിൽ കൂടുതൽ മാസുള്ള നക്ഷത്രങ്ങൾ സ്വയം കത്തിയെരിഞ്ഞ് വൈറ്റ് ഡാർക്ക് സ്റ്റാർസ് അല്ലെങ്കിൽ വെള്ളക്കുള്ളനായിട്ട് മാറും. ഇങ്ങനെ വെള്ളക്കുള്ളനായി മാറിയിട്ട് അതിനേക്കാളും മാസുള്ള മറ്റ് നക്ഷത്രങ്ങളുണ്ടല്ലോ, ഇത് സ്വയം എന്തായിട്ട് മാറും? സ്വയം പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. അതിന്റെ ഗുരുത്വാകർഷണ ബലത്തിൽ ഇതിന് സ്വയം പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ഇങ്ങനെ തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ എന്ന് പറയുന്നത്. അപ്പൊ എന്താ സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ പ്രസ്താവിച്ചത്? ഒന്നുകൂടെ പറയാം. നമ്മളിവിടെ പറഞ്ഞു സൂര്യന്റെ മാസിന്റെ 1.44 മടങ്ങ് വരെ മാസുള്ള നക്ഷത്രങ്ങൾ സ്വയം കത്തിയെരിഞ്ഞ് വെള്ളക്കുള്ളനായിട്ടുള്ള നക്ഷത്രങ്ങൾ, വൈറ്റ് ഡാർക്ക് സ്റ്റാർസ് ആയിട്ട് മാറും, വെള്ളക്കുള്ളനായിട്ട് മാറും. ഇങ്ങനെ വെള്ളക്കുള്ളനായിട്ട് ഇതിനേക്കാളും മാസുള്ള നക്ഷത്രങ്ങൾ കാണും. ഇതിനേക്കാളും മാസുള്ള ഈ വെള്ളക്കുള്ളനായിട്ടുള്ള 1.44 മാസിനേക്കാളും കൂടുതൽ മാസുള്ള വെള്ളക്കുള്ളനായിട്ടുള്ള നക്ഷത്രങ്ങൾ സ്വയം അതിന്റെ ഗുരുത്വാകർഷണ ബലത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ്, ഇന്ത്യക്കാരനായ ശാസ്ത്രജ്ഞനാണ് സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ. ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങള്. ഇനി ഇതിനകത്ത് എന്താണ് ചന്ദ്രശേഖർ പരിധി എന്ന് ചോദിച്ചാല്, ഒരു നക്ഷത്രത്തിന് വെള്ളക്കുള്ളനായി മാറാനുള്ള ഉയർന്ന ദ്രവ്യമാന പരിധി അല്ലെങ്കിൽ മാക്സിമം ലിമിറ്റ് ആണ്, മാക്സിമം മാസ് ലിമിറ്റ് ആണ് ചന്ദ്രശേഖർ പരിധി എന്ന് പറയുന്നത്. ഇനി ഈ ചന്ദ്രശേഖർ പരിധി എത്രയാണ്? 1.44 ആണ് ചന്ദ്രശേഖർ പരിധി അല്ലെങ്കിൽ ചന്ദ്രശേഖർ ലിമിറ്റ് എന്ന് പറയുന്നത് 1.44 ആണ് എന്ന് ഓർത്തിരിക്കുക. 1.44 ആണ്. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? അപ്പൊ പിണ്ഡത്തിന്റെ അല്ലെങ്കിൽ മാസിന്റെ ഏറ്റവും വലിയ പ്രായോഗിക പരിധി എത്രയാണെന്ന് ചോദിച്ചാൽ അത് ചന്ദ്രശേഖർ ലിമിറ്റ് ആണ്. ചന്ദ്രശേഖർ ലിമിറ്റ് മാസിന്റെ ഏറ്റവും വലിയ പ്രായോഗിക പരിധി ഏതാണ്? അത് ചന്ദ്രശേഖർ ലിമിറ്റ് ആണ്. അപ്പൊ എന്താ മാസ് എന്ന് പറഞ്ഞേ? മാസ് നമ്മൾ ആദ്യത്തെ പാർട്ടിൽ പറഞ്ഞായിരുന്നു. എന്താണ്? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ഒരു ദ്രവ്യത്തിന്റെ അളവ്, ഒരു വസ്തുവിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിന്റെ അളവാണ് പിണ്ഡം അല്ലെങ്കിൽ മാസ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? മാസ്. ഈ മാസ് ഏറ്റവും വലിയ പ്രായോഗിക അളവാണ് ചന്ദ്രശേഖർ ലിമിറ്റ് എന്ന് പറയുന്നത്. ചന്ദ്രശേഖർ ലിമിറ്റ്. അപ്പൊ നമുക്ക് തോന്നും ഇതിനേക്കാളും മാസുള്ള നക്ഷത്രങ്ങൾ എന്ത് ചെയ്യും അല്ലെ? ഈ മാസ് കൂടിയിട്ടുള്ള നക്ഷത്രങ്ങൾ അതിന്റെ പരിണാമത്തിൽ എത്തിച്ചേർന്ന് അത് ചിലപ്പോൾ സൂപ്പർനോവ ആയിട്ട് മാറും, അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ ആയിട്ട് മാറും. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ? അപ്പൊ താഴെ തന്നിരിക്കുന്നവയിൽ നീളത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? ചന്ദ്രശേഖർ പരിധിയാണ്. ചന്ദ്രശേഖർ പരിധി എന്താണ്? പിണ്ഡത്തിന്റെ ഏറ്റവും വലിയ പ്രായോഗിക മാസ് ആണ്. പിണ്ഡത്തിന്റെ മാസിന്റെ ഏറ്റവും വലിയ പ്രായോഗിക യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ചന്ദ്രശേഖർ പരിധി എന്ന് പറയുന്നത്. അപ്പൊ ചന്ദ്രശേഖർ പരിധി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പിണ്ഡമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിണ്ഡം അല്ലെങ്കിൽ മാസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക. നീളമായിട്ടാണോ ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ദൂരമായിട്ടാണോ? അല്ല. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എന്തിന്റെ യൂണിറ്റ് ആണ് പ്രകാശവർഷം? നമ്മൾ പഠിച്ചു എന്തിന്റെ യൂണിറ്റ് ആണ് പ്രകാശവർഷം. ഓപ്ഷൻ എ ദൂരം, ഓപ്ഷൻ ബി സമയം, ഓപ്ഷൻ സി പ്രകാശ തീവ്രത, ഓപ്ഷൻ ഡി ശബ്ദം. എന്തിന്റെ യൂണിറ്റ് ആ പ്രകാശവർഷം? ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, പാസെക്ക്, പ്രകാശവർഷം എല്ലാം എന്തിന്റെ യൂണിറ്റ് ആണ്? ദൂരത്തിന്റെ യൂണിറ്റ് ആണ് നമ്മൾ പഠിച്ചു അല്ലെ? അപ്പൊ എന്തിന്റെ യൂണിറ്റ് ആണ് പ്രകാശവർഷം? ദൂരത്തിന്റെ യൂണിറ്റ് ആണ് പ്രകാശവർഷം. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന ഏകകങ്ങളിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ എ mg, ഓപ്ഷൻ ബി ഗ്രാം, ഓപ്ഷൻ സി കിലോഗ്രാം, ഓപ്ഷൻ ഡി മില്ലിമീറ്റർ. ഏതാണ് ഇതിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്നത്? ഏതാ? എല്ലാവർക്കും അറിയാം.
mg, മില്ലിഗ്രാം, ഗ്രാം, കിലോഗ്രാം എല്ലാം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ മില്ലിമീറ്റർ അതുമായിട്ടാണോ ബന്ധപ്പെട്ടിരിക്കുന്നത്? അല്ല. അപ്പൊ ഇതിനകത്ത് ഒറ്റയാൻ ഏതാണ്? മില്ലിമീറ്റർ ആണ്. mm അല്ലെങ്കിൽ മില്ലിമീറ്റർ ആണ്. അത് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും അല്ലെ? അടുത്ത ഒരു ചോദ്യം ഇതാണ്, ഒരു സദിശ അളവിന് ഉദാഹരണം ഏത്? ഒരു സദിശ അളവിന് ഉദാഹരണം ഏത്? നമുക്ക് ഇതിലേക്ക് വരുന്നതിന് മുമ്പ് എന്താണ് സദിശ അളവ് അല്ലെങ്കിൽ എന്താണ് അതിശയ അളവ് എന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ആദ്യം നമുക്ക് സ്കെയിലാർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അദിശ അളവ് എന്താണെന്ന് നോക്കാം. അദിശ അളവ് എന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അദിശ അളവ്. നിങ്ങൾക്ക് വായിക്കാൻ പറ്റില്ല അല്ലെ? താഴോട്ട് എഴുതാം. എന്താണ് സ്കെയിലാർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അദിശ അളവ് എന്ന് പറയുന്നത്? എന്താണ് അദിശ അളവ് എന്ന് പറയുന്നത്? ഹൗ മച്ച് എന്ന് മാത്രമേ അതിനകത്തൊരു ചോദ്യം വരും. ഹൗ മച്ച്, എത്രയാണ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ അല്ലെങ്കിൽ എത്രയാണ് ഇപ്പോഴത്തെ സമയം? സൈസ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് മാത്രം പറയുന്നതാണ് സ്കെയിലാർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അദിശ അളവ് എന്ന് പറയുന്നത്. പരിണാമത്തോടൊപ്പം ദിശ ചേർത്ത് പറയാത്ത അളവുകളെ അദിശ അളവുകൾ എന്ന് പറയും. പരിണാമത്തോടൊപ്പം ദിശ ചേർത്ത് പറയാത്ത അളവുകളെ ഇവിടെ എന്ത് മാത്രമേ വരത്തുള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ വരത്തുള്ളൂ. മാഗ്നിറ്റ്യൂഡ്. അപ്പൊ സ്കെയിലാർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അദിശ അളവ് എന്ന് പറയുന്നത് പരിണാമത്തോടൊപ്പം ദിശ ചേർത്ത് പറയാത്ത അളവുകളാണ് അദിശ അളവുകൾ അല്ലെങ്കിൽ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഏതൊക്കെയാണ് സ്കെയിലാർ ക്വാണ്ടിറ്റി? പഠിക്കാൻ ഭയങ്കര പാടല്ലയോ? ഒന്ന് ഓർത്ത് വെക്കണ്ട, സ്റ്റാമ്പ്ഡ്. ഈ ഒരു വേർഡ് അങ്ങ് ഓർത്തിരുന്നാ മതി. സ്റ്റാമ്പിഡിനകത്ത് ഈ ഒരു എ കണ്ടോ? ഈ ഒരു എ, ഇതാണ് അദിശ അളവ്. അദിശ. നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോ എ അല്ലേ ആദ്യം വരുന്നത്? അദിശ അളവ്. അതൊന്ന് ഓർത്തിരിക്കാലോ. ഇനി ഇതിനകത്ത് നോക്കിയേ, ഒന്നാമത്തത് എസ് ആണ്. എസ് എന്താ? സ്പീഡ്. എസ് എന്താണ്? സ്പീഡാണ്. ടി രണ്ടെണ്ണം വരും, ടെമ്പറേച്ചറും വരും, ടൈമും വരും. എത്ര ടെമ്പറേച്ചർ ആണ് ഇപ്പോൾ? ഹൗ മച്ച്. എത്ര ടൈം ആയി ഇപ്പോൾ അല്ലെ? അപ്പൊ ഹൗ മച്ച് വരെ വരത്തുള്ളൂ. അതിനകത്ത് ഡയറക്ഷൻ വല്ലതും വരുമോ? ഇല്ല. അപ്പൊ ടെമ്പറേച്ചറും ടൈമും. അടുത്ത എം എന്താണ് വരുന്നത്? എം മാസ് ആണ് വരുന്നത്. മാസ്. എം എന്ന് പറയുന്നത് എന്താണ്? മാസ് ആണ്. എം മാസ് അല്ലെങ്കിൽ പിണ്ഡം. അടുത്ത പിഇ രണ്ടുകൂടെ എടുത്തോണം. എന്താണ് വരുന്നത്? പ്രഷർ. പ്രഷർ. അടുത്ത ഡി വരും. ഡി എന്താണ്? ഡെൻസിറ്റി. ഓർക്കാൻ എളുപ്പമാണല്ലോ. സ്റ്റാമ്പ്ഡ്. എന്തൊക്കെയാ? സ്പീഡ്. സ്റ്റാമ്പ്ഡ് എന്താണ്? സ്പീഡ് വരും. ടൈം, ടെമ്പറേച്ചർ. അടുത്ത എ എന്താണ്? എ അദിശ അളവിനെ നമ്മൾ സൂചിപ്പിക്കുന്നത്. എം മാസ്. അടുത്ത പി പ്രഷർ. പിഇ പ്രഷർ. ഡി എന്താണ്? ഡെൻസിറ്റി. അപ്പൊ അദിശ അളവുകൾ ഏതൊക്കെയാണ്? സമയം, പിണ്ഡം, ദൂരം, വിസ്തീർണം, വേഗത, പ്രവൃത്തി, വ്യാപ്തം, സാന്ദ്രത, മർദ്ദം, താപനില. ഇവയെല്ലാം എന്താണ്? അദിശ അളവുകളാണ്. അപ്പൊ അദിശ അളവുകൾ എന്താണ്? പരിണാമത്തോടൊപ്പം ദിശ ചേർത്ത് പറയാത്ത അളവുകളെ പറയുന്ന പേരാണ് അദിശ അളവുകൾ അല്ലെങ്കിൽ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഏതൊക്കെയാണ്? സ്പീഡ്, ടൈം, ടെമ്പറേച്ചർ, പ്രഷർ, ഡി ഡെൻസിറ്റി. ക്ലിയർ ആയോ? എം മാസ്. ക്ലിയർ ആയല്ലോ? അതാണ് സമയം, ടൈം, പിണ്ഡം, മാസ്, ദൂരം ഡിസ്റ്റൻസ്, വിസ്തീർണം, വേഗത, അതേപോലെ തന്നെ പ്രവൃത്തി, വ്യാപ്തം, സാന്ദ്രത, മർദ്ദം, താപനില. ഇവയെല്ലാം എന്തിൽ വരുന്നു? അദിശ അളവുകളിൽ വരുന്നു. ഇനി അടുത്തത് സദിശ അളവുകൾ അല്ലെ? നമുക്ക് താഴോട്ട് എഴുതാം. സദിശ അളവുകൾ അല്ലെങ്കിൽ വെക്റ്റർ ക്വാണ്ടിറ്റി. എന്താണ് സദിശ അളവുകൾ അല്ലെങ്കിൽ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്? ഹൗ മച്ച് എന്നും ഒരു ചോദ്യം വരും, വിച്ച് ഡയറക്ഷൻ എന്നും ചോദ്യം വരും. ഹൗ മച്ചും വരും, വിച്ച് ഡയറക്ഷനും വരും. ഞാൻ ചോദിക്കാണ്, ഇവിടെ നിന്ന് അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ നിന്ന് കൊല്ലം വരെ പോകാൻ, പത്തനംതിട്ട മുതൽ കൊല്ലം വരെ പോകാൻ എത്ര ദൂരമുണ്ട്? അതൊരു ചോദ്യമാണ്. ഏത് ദിശയിലൂടെയാണ് പോകുന്നത്? ഇവിടെ രണ്ട് ചോദ്യം വരുന്നുണ്ട് അല്ലെ? അതാണ് വെക്റ്റർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സദിശ അളവുകൾ എന്ന് പറയുന്നത്. അപ്പൊ സദിശ അളവുകൾ എന്താണ്? മാഗ്നിറ്റ്യൂഡും വരും, ഡയറക്ഷനും വരും. പരിണാമത്തോടൊപ്പം ദിശ ചേർത്ത് പറയുന്ന അളവുകളെയാണ് സദിശ അളവുകൾ അല്ലെങ്കിൽ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. പരിണാമത്തോടൊപ്പം ദിശ ചേർത്ത് പറയാത്തത് ഏതാണ്? അദിശയാണ്. ദിശ ചേർത്ത് പറയുന്നത് ഏതാണ്?
സദിശ അളവുകളാണ്. സദിശ അളവുകൾ. അപ്പൊ അതിനകത്ത് എന്തൊക്കെ വരും? മാഗ്നിറ്റ്യൂഡും വരും, ഡയറക്ഷനും വരും. മാഗ്നിറ്റ്യൂഡും വരും, ഡയറക്ഷനും വരും. ക്ലിയർ ആയോ? അപ്പൊ അതിന് ഉദാഹരണം ഏതൊക്കെയാണെന്ന് അറിയാമോ? പ്രവേഗം, സ്ഥാനാന്തരണം, ത്വരണം, ബലം, ആക്കം എന്നിവയെല്ലാം സദിശ അളവുകൾക്ക് ഉദാഹരണമാണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? വെലോസിറ്റി വരും അല്ലെ? വെലോസിറ്റി വരും, ഡിസ്പ്ലേസ്മെന്റ് വരും, ആക്സിലറേഷൻ വരും. വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ്, ADFMV, ADFMV, ADFMV. അങ്ങനെ ഓർത്ത് വെച്ചേ. ADFMV. ADക്കകത്ത് എന്തൊക്കെയാ വരുന്നത്? ആക്സിലറേഷൻ വരും. ഡി എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡി ഡിസ്പ്ലേസ്മെന്റ്. എഫ് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ആണ്. എം എന്ന് പറയുന്നത് എന്താണ്? മൊമെന്റം ആണ്. വി എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ആണ്. അപ്പം പ്രവേഗം, സ്ഥാനാന്തരം, ത്വരണം, ബലം, ആക്കം. എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ. ആക്സിലറേഷൻ. ഡി എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ്. ഡി എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ്. എഫ് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ആണ്. എം എന്ന് പറയുന്നത് എന്താണ്? മൊമെന്റം ആണ്. മൊമെന്റം. വി എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി. വെലോസിറ്റി. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? അപ്പൊ സദിശ അളവും അദിശ അളവും പഠിച്ചല്ലോ. അദിശ അളവ് അല്ലെങ്കിൽ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ പരിണാമത്തോടൊപ്പം ദിശ ചേർത്ത് പറയാത്ത അളവുകളാണ് അദിശ അളവുകൾ അല്ലെങ്കിൽ സ്കെയിലാർ ക്വാണ്ടിറ്റി. സദിശ അളവ് അപ്പൊ എന്താ? പരിണാമത്തോടൊപ്പം ദിശ ചേർത്ത് പറയുന്ന അളവുകളാണ് വെക്ടർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അദിശ അളവ്, സദിശ അളവുകൾ എന്ന് പറയുന്നത്. സദിശ അളവുകൾ അല്ലെങ്കിൽ വെക്ടർ ക്വാണ്ടിറ്റി ഏതൊക്കെയാണ്? ആക്സിലറേഷൻ, ഡിസ്പ്ലേസ്മെന്റ്, ഫോഴ്സ്, മൊമെന്റം, വെലോസിറ്റി. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യം? ഇനി നമുക്ക് ആ ചോദ്യത്തിലേക്ക് വരാം. ഒരു സദിശ അളവിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ ദൂരം, ഓപ്ഷൻ ബി സമയം, ഓപ്ഷൻ സി ത്വരണം, ഓപ്ഷൻ ഡി ഊഷ്മാവ്. സദിശ അളവാണ് ചോദിച്ചിരിക്കുന്നത്. സദിശ അളവ് എന്ന് പറയുന്നത് ഏതാണ്? വെക്ടർ ക്വാണ്ടിറ്റി ആണ് അല്ലെ? വെക്ടർ ക്വാണ്ടിറ്റി. സദിശ അളവിന് ഉദാഹരണം ഏതാ? നമ്മളിപ്പം പറഞ്ഞായിരുന്നു സദിശ അളവ് എന്ന് പറയുന്നത് വെക്ടർ ക്വാണ്ടിറ്റി. ഏതൊക്കെയാണ് അതിനകത്ത് വരുന്നത്? ആക്സിലറേഷൻ വരും, ഡിസ്പ്ലേസ്മെന്റ് വരും, ഫോഴ്സ് വരും, മൊമെന്റം വരും, വെലോസിറ്റി വരും എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇതിനകത്ത് നോക്കി, ദൂരം, സമയം, ത്വരണം, ഊഷ്മാവ്. ദൂരം സദിശ അളവാണോ? അല്ല അല്ലെ? ദൂരം ഹൗ മച്ച് എന്നാ വരുന്നത്. ദൂരം. അപ്പൊ ദൂരം എന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. സമയമോ? സമയവും എന്താണ് വരുന്നത്? സമയവും സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് വരുന്നത്. ത്വരണം. ത്വരണം എന്തിന് ഉദാഹരണമാണ്? ത്വരണം. ത്വരണം എന്തിന് ഉദാഹരണമാണ്? സദിശ അളവ് അല്ലെങ്കിൽ വെക്ടർ ക്വാണ്ടിറ്റി. ഊഷ്മാവ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ എത്ര ഊഷ്മാവെന്നേ ചോദിക്കത്തുള്ളൂ അല്ലെ? ത്വരണം പക്ഷെ എന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. സോറി, സദിശ അളവാണ്, വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ വെക്ടർ ക്വാണ്ടിറ്റിക്ക് ഉദാഹരണം ഏതാണ്? ത്വരണമാണ്. ബാക്കി എല്ലാം എന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അദിശ അളവിന് ഉദാഹരണമാണ്. ക്ലിയർ ആയോ? അപ്പൊ ഇതിന് ഉത്തരം ഏതാണ്? ത്വരണമാണ്. ത്വരണം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്നാമത് നമ്മൾ പറഞ്ഞു SI യൂണിറ്റുകൾ, അളവുകളും SI യൂണിറ്റ് MKS നിന്ന് പരിഷ്കരിച്ച രൂപമാണ് SI യൂണിറ്റ് എന്ന് പറഞ്ഞു. പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ ഓരോന്നിന്റെയും SI യൂണിറ്റുകളാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? നീളം പറഞ്ഞു, ദൂരം പറഞ്ഞു, പിണ്ഡം പറഞ്ഞു, മാസിന്റെ പറഞ്ഞു, അതേപോലെ തന്നെ പ്രകാശവർഷം, അസ്ട്രോണമിക്കൽ യൂണിറ്റ്, അതൊക്കെ ആ ദൂരത്തിനകത്ത് വരുന്ന കാര്യങ്ങളാണെന്ന് ഓർത്തിരിക്കാം. ആംബിയർ എന്താണ്? വൈദ്യുത പ്രവാഹത്തിന്റെ, അതേപോലുള്ള 7 എണ്ണത്തിന്റെ നമ്മൾ പഠിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ? ദൂരം, ഏകകങ്ങളിൽ നിന്ന് ഒറ്റയാനെ കണ്ടെത്തുക, അതാണ് പിണ്ഡത്തിന്റെ പറഞ്ഞത്. പിന്നെ സ്കെയിലാർ ക്വാണ്ടിറ്റി, വെക്ടർ ക്വാണ്ടിറ്റി, അദിശ അളവ്, സദിശ അളവ്, ഇതിന്റെ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ? അപ്പം ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കാം. എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യാം. വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.